السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, ആമീൻ. അയ്യുഹൽ വലദിൻ്റെ ദർസ് എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മുടെ വാർഷികം ഇൻഷാ അള്ളാഹ് ആ വാർഷിക പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ ദുആ മജ്ലിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരമാവധി ആളുകൾ പങ്കെടുക്കണം. ഇന്നലെ നടക്കേണ്ട ക്ലാസ് ആയിരുന്നു, കുറച്ച് തിരക്കുകൾ കാരണമാണ് ദർസ് മുടങ്ങിപ്പോയത്. ഇൻഷാ അള്ളാഹ് നാളെ നടക്കുന്ന ടെസ്റ്റും നമ്മുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള പ്രോഗ്രാമാണ്. അല്ലാഹു തആല നമ്മുടെ സുഹൃതങ്ങളെല്ലാം കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, പാവപ്പെട്ട ആ ഒരു ഉസ്താദിൻ്റെ വീട് പണി തുടങ്ങാൻ ആവശ്യമായ നമ്മളാൽ കഴിയുന്ന ഒരു ചേർത്തുപിടിക്കൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30-ലേറെ ആളുകൾ അതിലംഗങ്ങളായി അവരെ കൊണ്ട് സാധിക്കുന്നത് തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇൻഷാ അള്ളാഹ് അയ്യാമുത്ത് ശരീഖ് വരെ, അയ്യാമുത്ത് ശരീഖിൻ്റെ ദുൽഹിജ്ജ 11, 12, 13 വരെ നമ്മുടെ പ്രോഗ്രാമുകൾ ഉണ്ടാവുകയും അതുവരെയുള്ള ക്യാഷുകളൊക്കെ വാങ്ങുകയും ചെയ്യും. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ. ഒരുപാട് ആളുകൾ തരുമ്പോൾ അവരുടേതായ വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് സന്തോഷമുള്ള സന്തുഷ്ട ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ, ആമീൻ. ഇൻഷാ അള്ളാഹ് വിഷയത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൻ്റെ ബാക്കി എന്നോണം പറയുകയാണ്. ബഅ്ളു മസായിലക മിൻ ഹാദൽ ഖബീൽ. ചിലതിന് വാക്കാൽ മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, ആ വിഭാഗത്തിൽ ചിലതുണ്ടാകും. വ അമ്മൽ ബഅ്ളു അല്ലദീ യസ്തഖീമു ലഹുൽ ജവാബു. എന്നാൽ ചിലത് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റിയതും ഉണ്ടാവും. യസ്തഖീമു ലഹുൽ ജവാബു, ജവാബ് കിറുകൃത്യമായി കൊടുക്കാൻ പറ്റും. ഫഖദ് ദക്കർനാഹു ഫി ഇഹ്യാഇൽ ഉലൂം വഗൈരിഹി. അങ്ങനത്തെ ആൻസർ കറക്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ഇഹ്യയിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വനദ്കുറു ഹുനാ നുബദം മിൻഹു വനുശീറു ഇലൈഹി. അതിൽ നിന്ന് ചെറിയൊരേട്, ഇതൊരു ചെറിയ ഗ്രന്ഥമായതുകൊണ്ട് ചെറിയ ചില പോയിന്റ് ഞാൻ ഇതിലും പറയുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിന് ഞാൻ മറുപടി പറയുകയാണ്. ഫഅവ്വലു സുആലിക്, മോനെ നിൻ്റെ ആദ്യത്തെ ചോദ്യം, ഖസ്അലനി അനിസ്സാലിക്കി മാ വജബ അലൈഹി. നിൻ്റെ ഒന്നാമത്തെ ചോദ്യം, സാലിക്ക് അള്ളാഹുവിൻ്റെ തരീഖിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുന്നവൻ, അതാണല്ലോ സാലിക്ക്, അള്ളാഹുവിലേക്ക് പ്രവേശിക്കുന്നവൻ, അള്ളാഹുവിനെ പ്രാപിക്കുന്നവൻ എന്നൊക്കെ പറയാം. അവൻ എന്താണ് നിർബന്ധമാകുന്നത്?
അതൊരു ഉത്തരമുള്ള ചോദ്യമാണ്. ഫനഖൂൽ, അതിന് മറുപടിയായി നമ്മൾ പറയുന്നു, ഖദ് വജബ അല സാലിക്കി അർബഅത്തു ഉമൂർ, സാലിക്കിൻ്റെ മേൽ നിർബന്ധമാകുന്നത് 4 കാര്യങ്ങളാണ്. അവലുൽ അംർ, ഒന്നാമത്തെ കാര്യം, ഇഅ്തിഖാദുൻ സ്വഹീഹുൻ, ആദ്യം വിശ്വാസം ശരിയാകണം. ലാ യകൂനു ഫീഹി ബിദ്അത്തുൻ, പുത്തൻവാദം ഉണ്ടാകരുത്. ശരിയായ വിശ്വാസമുള്ള ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയൂ, അല്ലാത്തവർ മുറിഞ്ഞു പോകും. മുബ്തദി, ബിദ്അത്തുകാരൻ, അത് വഹാബി ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഏത് നൂതന കക്ഷികളായാലും കള്ളത്വരീക്കത്തായാലും അവർക്കൊന്നും അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല. മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ് അവരും അള്ളാഹുവും തമ്മിലുള്ളത്. ഒന്നാമത് അമലല്ല. ആ വഹാബി എല്ലാ വക്തും നിസ്കരിക്കുന്നുണ്ടല്ലോ, മറ്റവന് സുന്നിയായിട്ട് അവനക്ക് നിസ്കാരം പോരല്ലോ. അങ്ങനെ നമ്മൾ പറയിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇവൻ എത്ര നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എത്ര നിസ്കരിച്ചിട്ട്, വഹാബി നിസ്കരിച്ചിട്ട് അത് അള്ളാഹു കബൂലാക്കൂലല്ലോ. പിന്നെ ഓനെന്തിനാ നമ്മൾ നിസ്കാരത്തിൻ്റെ പേരിൽ മഹത്വവൽക്കരിക്കുന്നത്? തബ്ലീഗുകാരൻ മുത്തുനബിയുടെ സുന്നത്തായ ഡ്രസ്സുകളൊക്കെ ഇടുന്നുണ്ട്, വേഷം ധരിക്കുന്നുണ്ട്, താടി വെക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവൻ്റെ ഈമാൻ ശരിയല്ല, അവൻ്റെ ഇഅ്തിഖാദ് ശരിയല്ല. പിന്നെ അവനെ എന്തിനാണ് നമ്മൾ മഹത്വവൽക്കരിക്കുന്നത്? കള്ളത്വരീക്കത്തുകാരൻ വേഷഭൂഷാദികളെ കൊണ്ടവൻ സമൃദ്ധമാണ്. പക്ഷെ അള്ളാഹുവിലേക്കുള്ള സുലൂക്ക് അത് നടക്കുന്നില്ല. അവന് പിന്നെ എന്തിനാണ് അവനും പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് നമ്മൾ പറയുന്നത്? അവനെ നല്ല പിള്ളയായി ചമയിപ്പിക്കുന്നത് എന്തിനാണ്? ഇമാം ഗസാലി പറഞ്ഞെടുത്ത് നിൽക്കണം റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ഇഅ്തിഖാദുൻ സ്വഹീഹ്, ശരിയായ വിശ്വാസം. അത് ശരിയായ വിശ്വാസം ഒന്നേ ഉള്ളൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൽ ആർക്കും തർക്കമില്ല. വസ്സാനി, രണ്ടാമത്തെ തൗബത്തുൻ നസൂഹ്, ശരിയായ തൗബ, ക്ലിയറായ തൗബ. ലാ തർജിഉ ബഅദഹു ഇദ സല്ല, ആ തൗബയ്ക്ക് ശേഷം പിന്നെ ആ തെറ്റിലേക്ക്, ആ ഒരു അശ്രദ്ധയിലേക്ക്, ആ ഒരു കാൽവഴുതലിലേക്ക് പിന്നെ പോകാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തത്, ഇഅ്തിഖാദുൻ സ്വഹീഹ്, ഒന്നാമത്തെ ശരിയായ വിശ്വാസം. 2 തൗബത്തുൻ നസൂഹ്, നസൂഹായ തൗബ. ഈ തൗബയില്ലാതെ അള്ളാഹുവിലേക്ക് ഒരാൾ പ്രാപിക്കുകയില്ല. വസാലിസു ഇസ്തിർലാഉൽ ഖുസൂം, നമ്മുടെ പ്രതിയോഗി, ഖസ്മ്, നമ്മുടെ പ്രതി, അപ്പുറത്തുള്ള ആള്, അവനെപ്പോലും തൃപ്തിപ്പെടുത്താനുള്ള വലിയ മനസ്സ്. ഹത്താ ലാ യബ്ഖാ ലി അഹദിൻ അലൈക ഹഖ്കുൻ, ഒരാൾക്കും നിന്റെ പേരിൽ ഒരു ബാധ്യത ഉണ്ടാകരുത്. വാക്കാൽ ഉണ്ടാകരുത്, പ്രവർത്തനത്താൽ ഉണ്ടാകരുത്. വലിയ തരീഖത്തിൻ്റെ ആളുകളാന്ന് പറയുന്നവർ നിരന്തരം എല്ലാ ദിവസവും സ്റ്റേജിൽ നിന്ന് ഉലമാഇനെ ചീത്ത പറയുന്നു. ഇവൻ എന്ത് തരീഖത്താ? ഇവന് എവിടേക്കാണ് ഇവൻ സാലിക്കാകുന്നത്? അള്ളാഹുവിലേക്കല്ല അവൻ്റെ സുലൂക്ക്, അവൻ ഷൈത്താനിലേക്കാണ് സുലൂക്കാകുന്നത്. അത്തരക്കാരെ നമ്മൾ അകറ്റി നിർത്തണം. അവരുടെ വോയിസുകൾ കേൾക്കാൻ പാടില്ല, അവരുടെ വീഡിയോകൾ കാണാൻ പാടില്ല. വളരെ ശ്രദ്ധ വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന കണ്ടില്ലേ, ഇസ്തിർലാഉൽ ഖുസൂം ഹത്താ ലാ യബ്ഖാ ലി അഹദിൻ അലൈക ഹഖ്കുൻ, ഒരു ഹക്കും ബാക്കിയാകാതെ, ഒരു ഹക്കും ശേഷിക്കാത്ത നിലക്ക് നമുക്ക് ജീവിക്കാൻ കഴിയണം. അവനെ അള്ളാഹുവിലേക്ക് എത്തൂ. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടോ? ശരിയായ വിശ്വാസം അള്ളാഹു നിലനിർത്തി തരട്ടെ. നസൂഹായ തൗബ നമുക്കുണ്ടോ? മറ്റൊരാളോടും ഹക്കില്ലാത്ത രൂപത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? വറാബിഉ, ഇനി 4-മത്തേത് നോക്കൂ, തഹ്സീലു ഇൽമി ശരീഅ, ശരീഅത്തിൻ്റെ ഇൽമ് കരസ്ഥമാക്കണം.
ഖദറ മാ തുഅദ്ദാ ബിഹി അവാമിറുല്ലാഹി തആല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർവഹിക്കാൻ പറ്റുന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് അത്രയും അറിവ് നമ്മൾ പഠിക്കണം. നിസ്കാരം, നമുക്കാവശ്യമായ നിസ്കാരത്തിൻ്റെ എല്ലാ മസ്അലകളും നമ്മൾ പഠിച്ചിരിക്കണം. ഫസിയാദത്തു അലാ ഹാദൽ ഖദരി ലൈസ ബിവാജിബ്. അതിനേക്കാളും അപ്പുറത്തേക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും, ഒരു നാടനാണെങ്കിൽ അവനെത്ര പഠിക്കണം, ഒരു ഉസ്താദാണെങ്കിൽ അവനെത്ര പഠിക്കണം. അപ്പോൾ നമുക്ക് നിർബന്ധമായ ഒരു ഖദറുണ്ടാവും ഓരോ ആളുകൾക്ക്. കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ ആ കച്ചവടത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. അതിനപ്പുറത്തേക്ക് അവന് വാജിബില്ല, നിർബന്ധമില്ല. സുമ്മമിൻ ഫസിയാദത്തു അലാ ഹാദൽ ഖദരി ലൈസ ബിവാജിബ്. സുമ്മമിൻ ഉലൂമിൽ ആഖിറ മാ യകൂനു ഫീഹി നജാത്തു. പിന്നെ ആഖിറത്തെക്കുറിച്ചുള്ള അറിവ് വേണം. അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ അറിവ്. എങ്ങനെ എൻ്റെ ആഖിറം കഴിച്ചിലാവും, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കുകയും ബോധവാന്മാരാവുകയും വേണം. ഈ 4 കാര്യങ്ങളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. നന്നായി ഈ ദർസ് കേട്ട് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. ആദ്യമായി എൻ്റെ അമ്മാറത്തും ബിസ്സൂ ആകുന്ന ശരീരത്തോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, പരമാവധി ആ സുഹൃതത്തിൽ, ആ ഉസ്താദിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ സുഹൃതത്തിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത് മതി, ആരും ബുദ്ധിമുട്ടാകരുത്. അള്ളാഹു വലിയ ഫുതുഹാത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ, വലിയ വിജയങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.